ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെച്ച രാജ്യമെന്നും വേദനയോടെ ഓർക്കുന്ന ഒന്നാണ് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്ത സംഭവം. 1992 ഡിസംബർ 6-നേറ്റ ആ മുറിവ് രാജ്യത്തിൽ നിന്നും മായാത്ത ഓർമ്മയാണ്. BJP സംസ്ഥാന സമിതി അംഗമായ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെടുത്തി ബാബറി മസ്ജിദ് തകർത്ത സംഭവം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നു. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് KPCC അധ്യക്ഷൻ K. സുധാകരൻ നടത്തിയ അപക്വമായ വസ്തുതാവിരുദ്ധമായ അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. സന്ദീപ് വാര്യർ സാദിഖ് അലി തങ്ങളെ കാണാൻ പോയ വാർത്ത വായിച്ചപ്പോൾ പണ്ട് ഒറ്റപ്പാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന അനുഭവമാണ് താൻ ഓർത്തതെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സംസാരിച്ചത്. ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അന്നത്തേത്. മസ്ജിദ് തകർത്തത് RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറായിരുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരുമായിരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം മന്ത്രിസഭയിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിൽ പ്രതിഷേധമുണ്ടായിരുന്നെന്നും അടക്കമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു K. സുധാകരനോടുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. അതിനോട് ജാംബവാന്റെ കാലത്തുള്ള രാഷ്ട്രീയം പറയാൻ വരാതെ വേറെ പണിയില്ലേ നിങ്ങൾക്ക് എന്നായിരുന്നു ശുഭിതനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മുഖ്യമന്ത്രി ഇന്ന് അവിടെ സംസാരിക്കുന്നത് ഈ ബാബറി മസ്ജിദ് വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തായിരുന്നു സംഘപരിവാർ നിലപാട്, സന്ദീപ് വാര്യർ പോലുള്ളവരുടെ നിലപാട്? ജാംബവാന്റെ കാലത്തുള്ള രാഷ്ട്രീയം പറയാൻ വേറെ പണിയില്ലേ നിങ്ങൾക്ക്? ജാംബവാന്റെ കാലത്തല്ല, ആധുനിക ഇന്ത്യയിലാണ് ബാബറി മസ്ജിദ് തകർത്തതെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. തീർത്തും രാഷ്ട്രീയപരമായുള്ള ഒരു ചോദ്യത്തോടാണ് K. സുധാകരൻ ഇത്ര അസഹിഷ്ണുതയോടെ പ്രതികരിച്ചത്. സംഘപരിവാറിന് BJPക്ക് പ്രതികൂലമായി ബാധിക്കാനിടയുള്ള ഒരു ചോദ്യം എന്നതുകൊണ്ട് കൂടിയാണോ സുധാകരൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്? കാരണം RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ് താനെന്ന് പറഞ്ഞ അഭിമാനം കൊണ്ട നേതാവാണ് അദ്ദേഹം. പുറമെ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJP അല്ല CPM ആണെന്നും തനിക്ക് പാർട്ടി വിടേണ്ട സാഹചര്യമുണ്ടായാൽ BJPയിലേക്ക് പോകുമെന്നും പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് ഇന്നത്തെ KPCC പ്രസിഡന്റ്. ഇവിടെ ഇന്നലത്തെ ശ്രീ K. സുധാകരന്റെ KPCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബാബറി മസ്ജിദ് തകർത്ത വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് ജാംബവാന്റെ കാലത്ത് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ്, അതൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. ഞങ്ങൾ DYFI ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെയും KPCC പ്രസിഡന്റിനെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം ഗാന്ധിയെ കൊന്നതും ബാബറി തകർത്തതും ജാംബവാന്റെ കാലത്തല്ല, ആധുനിക ഇന്ത്യയിലാണ്. ആധുനിക ഇന്ത്യയിൽ നടന്ന സംഘപരിവാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ബാബറി ധ്വംസനം. കോൺഗ്രസ് എന്തിനാണ് BJPയുടെ നാവായി മാറുന്നത്? ബാബറി മസ്ജിദ് വിഷയത്തിൽ K. സുധാകരന്റെ നിലപാട് തന്നെയാണോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക്? ഈ പ്രതികരണത്തിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഒന്നും മിണ്ടുന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യം ശക്തമാണ്. ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിച്ചിരുന്നത് PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. ഈ സംഭവം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാതെ ഉച്ചമയക്കത്തിന് പോയ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു എന്ന് അന്നേ വിമർശനം ഉയർന്നതാണ്. ഈ വിഷയത്തിൽ അന്നുയർന്ന വിമർശനങ്ങൾ ശരിവെക്കുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ തലവന്റെ വാക്കുകളിൽ നിന്ന് പോലും വീണ്ടും വ്യക്തമാകുന്നത്. കോൺഗ്രസിന്റെ പ്രധാനികളിൽ ഒരാളായ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടും മറ്റൊന്നല്ല. RSS ആചാര്യൻ MS ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ തിരി കത്തിച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ടല്ലോ. ഇങ്ങനെ അടിമുടി സംഘപരിവാറിനോട് വിധേയത്വമുള്ളവരാണ് തങ്ങളെന്ന് ദിനം പ്രതി തെളിയിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. നിലവിൽ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. ഗാന്ധി വധത്തെ അപഹസിച്ച RSS ബന്ധം ഉപേക്ഷിച്ചെന്ന് ഇതുവരെ പറയാത്ത സന്ദീപ് വാര്യർ കൂടി എത്തിയതോടെ കോൺഗ്രസ് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മാറുമെന്ന വിമർശനം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. അത് ശരിവെക്കുന്നതാണ് ചോദ്യങ്ങൾ കൊണ്ടുപോലും തീവ്ര ഹിന്ദുത്വ ശക്തികളെ പോറലേൽപ്പിക്കാതിരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തലവൻ കാണിക്കുന്ന ജാഗ്രതയെന്ന വ്യക്തം.